കഴിഞ്ഞ ദിവസം വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയുണ്ടായി. നമ്മുടെ നാടിൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന സദ്ഗുരുവിന് ഇൻട്രാക്രാനിയൽ ബ്ലീഡായി ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത്. ഒരുപക്ഷെ 20 ദിവസം മുമ്പേ വന്നൊരു വാർണിംഗ് സൈനിനെ തൻ്റെ പ്രൊഫഷനോടും തൻ്റെ ആ ഒരു പാഷനോടും തൻ്റെ ആ ഒരു പ്രീച്ചിങ്ങിനോടും ഉള്ള ഡെഡിക്കേഷൻ കൊണ്ട് അവഗണിച്ചതിൻ്റെ ഫലം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ രക്തസ്രാവത്തെ ഇൻട്രാക്രാനിയൽ ഹെമറേജ് എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അത് തലച്ചോറിലെ കോശങ്ങൾക്കുള്ളിലായിട്ട് വരാം, ടിഷ്യൂസിനുള്ളിൽ വരാം, അല്ലെങ്കിൽ തലച്ചോറിനും അതിൻ്റെ ഭിത്തിക്കും, അതിനെ കവർ ചെയ്ത ഭിത്തിക്കും ഇടയിലായിട്ട് ഈ ബ്ലീഡിങ് വരാവുന്നതാണ്. ഇത് സ്ട്രോക്കിൻ്റെ മറ്റൊരു രൂപമാണ്. നമ്മുടെ തലച്ചോറിനുള്ളിൽ ഈ ബ്ലീഡ് ഉണ്ടാകുമ്പം ഇത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയാതെ വരും. ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. ഇപ്പം സദ്ഗുരുവിനൊക്കെ ഒരു ഭാഗത്ത് ചെറിയ